ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് ബീച്ചിലെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. ഞങ്ങളൊന്ന് അവിടെ കറങ്ങാൻ പോയി. ആദ്യമായിട്ട് ഞാനും ഫ്രണ്ട്സൊക്കെ കൂടി കറങ്ങാൻ പോയത് കാപ്പാട് ബീച്ചിലേക്കാണ്. കാപ്പാട് ബീച്ചിലെ നല്ല മനോഹരമായ ഒരു പാർക്കുണ്ട്. ഒരു എൻട്രി ഫീ ഉണ്ട് കേട്ടോ, 25 റുപ്പീസാണ് പെർ അഡൾട്ടിന്. അതിമനോഹരമായിട്ടുള്ളൊരു ശാന്തസുന്ദരമായൊരു പാർക്ക് തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് പോവായതുകൊണ്ട് തന്നെ എനിക്ക് കണ്ടപ്പോൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഫാമിലീസൊക്കെ കുറച്ച് പേരൊക്കെ അവിടെ കണ്ടു. ഞങ്ങൾ മോർണിംഗ് ടൈമാണ് പോയത്, അതുകൊണ്ട് തന്നെ ആളുകൾ കുറവായിരുന്നു ആ ടൈമിൽ. പക്ഷേ കുറച്ച് ഫാമിലീസ് കുഞ്ഞു കുട്ടികളുമായിട്ടൊക്കെ വന്നിട്ട് ബീച്ചിൽ കുളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. നല്ല കാലാവസ്ഥയാണ്. മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇരുന്ന് നല്ല ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ എൻട്രൻസ് കടന്ന് വരുമ്പോഴത്തേനെ അവിടെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു പാനിപുരിയുടെ. എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണിൽ അവിടെ ഒന്ന് ഉടക്കി. പക്ഷേ അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടത് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം എപ്പോഴും എങ്ങനെയാണെന്ന് പൊതുവേ എനിക്കറിയില്ല, എങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നമ്മൾ ഒത്തിരി സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻട്രൻസിൽ നിന്ന് കഴിയുമ്പോൾ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ഏരിയകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് അവിടെ മെയിൽസിനും ഫീമെയിലിനൊക്കെ നല്ല നീറ്റായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. അതും വലിയൊരു കാര്യമാണ്, നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പോൾ നീറ്റായിട്ടുള്ള ഒരു ടോയ്ലറ്റ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഫാമിലിക്കൊക്കെ വന്ന് കുട്ടികളൊക്കെ വിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാർക്കാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ പോവാത്തവരൊക്കെ ഒന്ന് പോവുക. പിന്നെ രാത്രി ആയപ്പോഴേക്കും ഞങ്ങൾ പോയത് കോഴിക്കോട് സിറ്റിയിലുള്ള ബീച്ചിലേക്കാണ് കേട്ടോ. അവിടെയാണ് നമുക്ക് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം. പിന്നെ കാണാനും കൂടുതൽ ആളുകൾ വരുന്ന സിറ്റി തന്നെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ മുമ്പത്തെ പോലെ ഒന്നുമല്ല, ഫുഡ് സ്റ്റാളുകളൊക്കെ അവർ നല്ല നീറ്റായിട്ട് ഒരു ഒറ്റ റോയിലായിട്ടാണ്. ബീച്ചിനകത്ത് മണലിലൊന്നുമല്ല ഇപ്പം വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്കത് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ സംവിധാനവും അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ സ്റ്റാളുകളും നല്ല ഹൈജീനിക്കായിട്ട് തന്നെയാണ് ഫുഡൊക്കെ സെർവ് ചെയ്ത് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ കണ്ടിട്ടുള്ള ഒരു ഫുഡ് സ്റ്റാൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ വേപ്പിലും പിന്നെ എഗ്ഗും എല്ലാം ഒരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഒത്തിരി ഇഷ്ടമായി.
കുട്ടികളുടെ ഇപ്പോഴത്തേക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല ഒരു വെറൈറ്റി രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേപ്പിലൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായിട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് എല്ലാം തേച്ച് തന്നിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അതിൻ്റെ ഷേപ്പും അത് ഉണ്ടാക്കുന്ന രീതിയും നല്ല നീറ്റൊക്കെ ആയിട്ടാണ് അവരുണ്ടാക്കുന്നത് കേട്ടോ. എല്ലാവരും കണ്ടോ കയ്യിലൊക്കെ ഗ്ലൗസൊക്കെ ഇട്ട് നല്ല നല്ല നീറ്റ് തന്നെ ആയിരുന്നു. അതാണ് ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സിൻ്റെ ഷോപ്പുകളും പിന്നെ ഞാൻ മെയിനായിട്ട് കണ്ടത് അഫോർഡബിൾ റേറ്റിൽ എൻ്റെ ഫേവറായിട്ടുള്ള ചാട്ടിൻ്റെ ഒരു കൗണ്ടർ കണ്ടു. വളരെ നീറ്റായിട്ടും അഫോർഡബിൾ റേറ്റും ആയിരുന്നു അവർ ചെയ്ത് കൊടുക്കുന്നത്. സെർവ് ചെയ്യുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. ഞങ്ങളത് കഴിക്കാൻ അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ബീച്ചിൽ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ആയതുകൊണ്ടായിരിക്കാം ഞാൻ ഒത്തിരി സമയം അവിടെ നോക്കി അവർ ചെയ്യുന്ന രീതിയൊക്കെ നോക്കുമ്പോൾ നല്ല നീറ്റായിട്ടാണ് അവരത് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ആളുകളൊക്കെ നിറയെ ബീച്ചിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. മുമ്പൊക്കെ ഇവിടെയൊക്കെ ചെറിയ തട്ടുകടകളായിരുന്നില്ല, അതെല്ലാം ഒഴിവാക്കി. പിന്നെ ബീച്ചിൽ ചെന്ന മെയിനായിട്ട് പറയേണ്ടത് ഇതാ ഐശ്വരതി. എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ കഴിക്കണേ. അതും വാങ്ങി ഞങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പിലിട്ട് അത് ഭരണിയിലിട്ടിട്ടുള്ള ഫ്രൂട്ട്സുകളും വെജിറ്റബിളൊക്കെ. പിന്നെ ബീച്ചിൽ വന്നല്ലതാ ഒത്തിരി ആളുകൾ കഴിക്കുന്ന ഈ ഫ്രൂട്ട്സും വെജിറ്റബിളും ഉപ്പിലിട്ടത് അത് വാങ്ങി കഴിക്കാനാണ് കുറേ പേര് അവിടെ വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് ബീച്ചിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയും പുതിയ വ്ളോഗുമായി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ താങ്ക് യു, ടേക്ക് കെയർ, ബൈ.